നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു വ്യവസ്ഥയാണ് നോക്കുകൂലി. ജോലി ചെയ്യാതെ കൂലി വാങ്ങുന്ന ഒരു രീതിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മുടെ പൂർവികർ അധ്വാനത്തിന്റെ മഹത്വം അറിയുന്നവരായിരുന്നു. നാം എങ്ങനെയാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ വളർച്ചയും പുരോഗതിയും നിർണയിക്കപ്പെടുന്നത്. കഠിന അധ്വാനം ചെയ്യാനുള്ള മനസ്സാണ് വിജയത്തിന് അടിസ്ഥാനം. ഏതു വിജയത്തിന് പിന്നിലും പരാജയത്തിന്റെ രുചികൾ അറിഞ്ഞിട്ടുള്ള കഥകൾ കണ്ടെത്താൻ കഴിയും. പരാജയപ്പെട്ട് കിടക്കാതെ എഴുന്നേറ്റ് പിന്നെയും മുന്നോട്ട് കുതിക്കുന്നവർ ജീവിതത്തിൽ വിജയം കൈവരിക്കും. സോയിച്ചിറോ ഹോണ്ട ഒരു ജപ്പാനിലെ ഇരുമ്പ് പണിക്കാരന്റെ മൂത്ത മകനായിരുന്നു. സൈക്കിൾ റിപ്പയറിംഗ് ആയിരുന്നു പിതാവിന്റെ ജോലി. മകന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുവാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ജോലി അന്വേഷിച്ച് കൗമാരപ്രായക്കാരനായ ഹോണ്ട നാടുവിട്ട് ടോക്കിയോ നഗരത്തിലെത്തി. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉടമയുടെ മകനെ നോക്കുവാനായി ലഭിച്ച ജോലിക്കിടയിൽ മോട്ടോർ വാഹനങ്ങളുടെ യന്ത്രങ്ങളെ അടുത്തറിയുവാനുള്ള അവസരം ഹോണ്ടയ്ക്ക് ലഭിച്ചു. പിന്നീട് പല ജോലി അന്വേഷിച്ചെങ്കിലും ലഭിക്കാതെയായപ്പോൾ സൈക്കിളിൽ മോട്ടോർ ഘടിപ്പിച്ച് സ്വയം സ്കൂട്ടർ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെ സ്വയം നിർമ്മിച്ച സ്കൂട്ടറിന് സുഹൃത്തുക്കളിൽ നിന്ന് പ്രോത്സാഹനം ലഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ മോട്ടോർ വ്യവസായമായി അത് മാറി. പതിയെ മോട്ടോർ കാർ വ്യവസായത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ആ സമയങ്ങളിൽ വിപണിയിൽ വൻ കാർ വ്യവസായ കമ്പനികൾ ഉണ്ടായിരുന്നു. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഹോണ്ടയുടെ പ്രവർത്തനം ഹോണ്ട എന്ന ഇന്നത്തെ വലിയ കാർ വ്യാപാര രംഗത്തെ ബ്രാൻഡിലേക്ക് എത്തിച്ചേരുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള കഠിനാധ്വാനമാണ് ഹോണ്ടയുടെ വിജയത്തിന്റെ പ്രധാന ഘടകം. ദൈവം തന്ന കഴിവുകളെ ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ വിജയം നമുക്കൊപ്പം ചേരും. സ്വന്തം കഴിവിൽ അഹങ്കരിക്കാതെ അതിൽ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവൻ പരാജയപ്പെടില്ല. വിജയം സുനിശ്ചിതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.